ജലാശയങ്ങളിലെ അപകടമരണം വർദ്ധിക്കുമ്പോൾ മാതൃകയാവുകയാണ് കാസർഗോഡ് അത്തിയടുക്കത്തെ നീന്തൽ പരിശീലനം. ജലസേചന വകുപ്പിന്റെ തടയിണ ഉപയോഗപ്പെടുത്തി നാട്ടുകാരനായ ശശിധരനാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. മലയോര മേഖലയിൽ നിന്നടക്കം പരിശീലനത്തിനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കുറ്റിക്കോൾ അത്തിയടുക്കത്ത് 15 വർഷം മുൻപ് പഞ്ചായത്ത് ജലസേചന വകുപ്പ് നിർമ്മിച്ച തടയണയാണ് 2019 മുതൽ നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതിനോടകം 450ഓളം കുട്ടികൾ നീന്തൽ പഠിച്ചു. ഇവരിൽ സംസ്ഥാന ജില്ലാ നീന്തൽ മത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. സിവിൽ ഡിഫൻസ് അംഗം ശശിധരനാണ് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത്. നീന്തൽ പരിശീലനത്തിൽ പ്രാവീണ്യം ലഭിച്ച ശശിധരൻ നാട്ടിലെ ജലസ്രോതസ് ഉപയോഗപ്പെടുത്തി സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു. 2019 ഡിസംബറിലാണ്. അതിനുശേഷം 24 വരെയായി ഏകദേശം 450 മേലെ കുട്ടികൾ പരിശീലിക്കേണ്ടത്. അതിൽ സ്റ്റേറ്റ് തലത്തിൽ വരെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. പിന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന രീതി ആയാലും മക്കളെ അവർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഒരു താല്പര്യം അവർ നീന്തലിനോട് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവായ എനർജി ഉള്ളത്. അതാണ് അവർ സപ്പോർട്ട്. കാസർഗോഡിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് പരിശീലനത്തിനായി എത്തിച്ചേർന്നത്. സൗജന്യവും സുരക്ഷിതമായ നീന്തൽ പഠിക്കാൻ കുട്ടികളും മുതിർന്നവരുമുണ്ട്. എനിക്കിവിടെ സ്വിമ്മിങ്ങിന് ഫസ്റ്റൊക്കെ പേടിയായിരുന്നു വരാൻ. ഇപ്പം എനിക്ക് നല്ല സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ കുറച്ചാൾ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചൊക്കെ സ്വിമ്മിങ്ങിന് നല്ല എല്ലാം റിലാക്സായി. പിന്നെ ഞാൻ എല്ലാ സ്റ്റൈലും നീന്താൻ പഠിച്ചിട്ടുണ്ട്. ബാക്ക് സ്ട്രോക്ക് പഠിച്ചു, ഫ്രീ സ്റ്റൈൽ പഠിച്ചു, ബ്രസ്റ്റ് പഠിച്ചു, ബട്ടർഫ്ലൈയും പഠിച്ചു. ജലാശയങ്ങളിലെ അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ അത്തിയടുക്കത്തേത് മാതൃകയാണ്. ജില്ലയിലെ മറ്റ് തടയണകളും നീന്തൽ പരിശീലനത്തിനായി ഉപയോഗപ്പെടുത്തിയാൽ മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കാം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.